നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന ഹിറ്റ്ലറുടെ കാലത്തെ ഹോളോകോസ്റ്റ് ക്രൂരതകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ജയിൽ. സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലെ കുപ്രസിദ്ധ ജയിൽ സെറ്റ്നയെക്കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. HTSന്റെ നേതൃത്വത്തിലുള്ള വിമതസേന ബാഷർ അൽ അസാദിൻ്റെ സ്വച്ഛാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചപ്പോൾ പ്രധാന നഗരങ്ങളിലെ, അതായത് ദമാസ്കസിലെയും ഹോംസിലെയും ഹമായിലെയും ആലപ്പോയിലെയും ജയിലുകളിൽ കഴിഞ്ഞിരുന്നവരെ മോചിപ്പിച്ചു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് എല്ലായിടത്തു നിന്നും പുറത്തേക്ക് വന്നതെങ്കിലും അതിഭീകരമായിരുന്നു സെറ്റ്നയ ജയിലിലെ കാഴ്ചകൾ. സ്ത്രീകളും കൊച്ചുകുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് ഇവിടെ ദയനീയ സാഹചര്യത്തിൽ കഴിഞ്ഞിരുന്നത്. മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിലൂടെ ഈ ജയിലിലെ ക്രൂരതകളെക്കുറിച്ച് പുറം ലോകം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ഈ ജയിലിനുള്ളിലെ കാഴ്ചകൾ ആദ്യമായിട്ടാണ് പുറം ലോകം കാണുന്നത്. സെറ്റ്നയ ജയിലിൽ 2 വലിയ ബിൽഡിങ്ങുകളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്നാമത്തേതിന് വെളുത്ത പെയിന്റും രണ്ടാമത്തേതിന് ചുമന്ന പെയിന്റുമായിരുന്നു അവർ അടിച്ചിരുന്നത്. ചുമന്ന നിറമുള്ള കെട്ടിടത്തിലാണ് ക്രൂരതകൾ പ്രധാനമായും അരങ്ങേറിയിരുന്നതെങ്കിലും വെളുത്ത നിറമുള്ള കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലെ 2 ചേംബറുകളിലെ തൂക്കുമരങ്ങളിലാണ് ആയിരക്കണക്കിന് ആൾക്കാർ ജീവന് വേണ്ടി പിടഞ്ഞത്. സെറ്റ്നയ ജയിലിലേക്ക് എത്തപ്പെടുന്നവർ കൊടിയ പീഡനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കഠിനമായ മർദ്ദനങ്ങളും ലൈംഗിക അതിക്രമങ്ങളും ഇവിടെ പതിവാണ്. മതിയായ ഭക്ഷണമോ വെള്ളമോ മരുന്നോ വൈദ്യസഹായമോ എല്ലാം ഇവിടെ നിഷേധിക്കപ്പെടുന്നു. ശുചിത്വമില്ലായ്മയാണ് സെറ്റ്നയ ജയിലിലെ മറ്റൊരു പ്രധാന പ്രശ്നം. ആയിരങ്ങളാണ് ഇവിടെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇടുങ്ങിയ സെല്ലുകളിൽ കഴിഞ്ഞുകൂടുന്നത്. അണുബാധയും പകർച്ചവ്യാധികളും മൂലം നിരവധി പേർക്കാണ് ഇവിടെ ജീവൻ നഷ്ടമായത്. ഒരു മനുഷ്യന് പരമാവധി ശാരീരികവും മാനസികവുമായ കഷ്ടപ്പാടുകൾ കൊടുക്കുക, ഇതാണ് സെറ്റ്നയ ജയിലിലെ രീതി. അപമാനിക്കുക, തരം താഴ്ത്തുക, അതിക്രൂരമായി ഉപദ്രവിക്കുക, പ്രതീക്ഷ നശിപ്പിക്കുക. ഇത്തരം കൊടിയ പീഡനങ്ങൾ നടക്കുമ്പോൾ പോലും നിശബ്ദത പാലിക്കപ്പെടണമായിരുന്നു. ഇതുകൊണ്ട് തന്നെ പല തടവുകാരും സൈക്കോസിസ് പോലുള്ള ഗുരുതരമായ മാനസിക രോഗങ്ങൾക്ക് അടിമപ്പെടുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബാഷർ അൽ അസദിന്റെ ഭരണകൂടം ജയിലറകൾക്കുള്ളിൽ ഇല്ലാതാക്കിയത് 1,00,000-ലധികം പേരെയാണെന്ന് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ പകുതി മനുഷ്യരും മരിച്ചു വീണത് സെറ്റ്നയ ജയിലിലെ ഇരുട്ടറകൾക്കുള്ളിലാണ്. സിറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത്. സെറ്റ്നയ ജയിലിൽ മനുഷ്യരെ തൂക്കിലേറ്റുന്ന രീതി തന്നെ അതിഭീകരവും ഞെട്ടിപ്പിക്കുന്നതുമാണ്. തൂക്കിലേറ്റുന്നതിന് മുമ്പ് തടവിലുള്ളവരെ ദമാസ്കസിന് സമീപമുള്ള അൽ ഖുബൂനിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക കോടതികളിൽ ഹാജരാക്കി വിചാരണയ്ക്ക് വിധേയരാക്കി വധശിക്ഷ വിധിക്കും. വിചാരണ 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ മാത്രമാണ് നീണ്ടു നിൽക്കുന്നത്. അതിനുള്ളിൽ തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ടാവും. തൂക്കിക്കൊല്ലുന്നതിന് ജയിലധികൃതർ ദ പാർട്ടി അഥവാ സൽക്കാരം എന്നാണ് പറഞ്ഞിരുന്നത്. തൂക്കിലേറ്റുന്ന ദിവസം ഇവരോട് പറയാറില്ല. പകരം സാധാരണ ജയിലിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് ഇവരെ ചുമന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ഒരു തടവറയിലെത്തിക്കും. പിന്നീട് 3-4 മണിക്കൂർ അതിക്രൂരമായിട്ട് ഇവരെ മർദ്ദിക്കുകയാണ് ചെയ്യുക. അർദ്ധരാത്രിയോടെ അവശനിലയിലായ ഇവരെ കണ്ണുകൾ കെട്ടി ട്രക്കുകളിലോ മിനി ബസ്സുകളിലോ വെള്ള നിറത്തിലുള്ള കെട്ടിടത്തിലെത്തിക്കും. ആ കെട്ടിടത്തിന്റെ ബേസ്മെന്റിലുള്ള ചേംബറിലെ തൂക്കുമുറികളിൽ ഒന്നിൽ ഇവരെ തൂക്കിലേറ്റും. ആഴ്ചയിൽ 2 തവണയാണ് സെറ്റ്നയ ജയിലിൽ വധശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നത്. ഓരോ തവണയും 30 മുതൽ 50 പേരെ വരെ ഇവിടെ തൂക്കിലേറ്റിയിരുന്നു. തടവു പുള്ളികളുടെ കണ്ണുകൾ മുഴുവൻ സമയവും കെട്ടിയിരിക്കുന്നതിനാൽ കഴുത്തിൽ കുരുക്ക് വീഴുന്നതുവരെ തങ്ങൾ മരിക്കുകയാണെന്ന് ഇവർ അറിയുകയില്ല. തൂക്കിലേറ്റപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പിന്നീട് ട്രക്കുകളിൽ തിഷ്രീൻ ആശുപത്രിയിൽ എത്തിച്ച് കൂട്ടത്തോടെ കുഴിച്ചുമൂടുകയാണ് പതിവ്. 2011 സെപ്റ്റംബറിനും 2015 ഡിസംബറിനുമിടയിൽ 13,000-ലധികം പേർ ഇത്തരത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ജയിലിൽ ജോലി ചെയ്തിരുന്നവരിൽ നിന്നും മറ്റും ശേഖരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2015 ഡിസംബറിന് ശേഷം ഇത്തരത്തിലുള്ള വധശിക്ഷകൾ 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് വധശിക്ഷകളെപ്പറ്റി വിവരമുണ്ടാവുക. ജയിലിലെ കാവൽക്കാർക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ലഭിക്കുകയില്ല. ജയിലിൽ നിന്നും തടവു പുള്ളികളെ കൊണ്ടുപോകുന്ന വിവരം മാത്രമാണ് കാവൽക്കാർക്ക് ലഭിക്കുക. സിറിയയിലെ ഗ്രാൻഡ് മുഫ്തിയും പ്രസിഡന്റ് ബാഷർ അൽ അസാദിന് വേണ്ടി പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രതിരോധ മന്ത്രിയോ കരസേനാ മേധാവിയോ ആണ് വധശിക്ഷകൾ അംഗീകരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ബാഷർ അൽ അസാദ് നേരിട്ടും വധശിക്ഷകൾക്ക് അംഗീകാരം നൽകാറുണ്ട്. സൈനിക ഫീൽഡ് കോടതിയിലെ മിലിറ്ററി പ്രോസിക്യൂട്ടറും സുരക്ഷാ സേനയുടെ പ്രതിനിധിയും മെഡിക്കൽ ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു പാനലാണ് വധശിക്ഷകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്.
അസദിന്റെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിച്ചതോടെ വിമത പോരാളികൾ സത്നയ ഉൾപ്പെടെയുള്ള ജയിലുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തടവറകളിൽ നിന്നും പുറത്തേക്ക് വന്ന പലർക്കും സാധാരണ ലോകത്തേക്ക് മടങ്ങി വരാനായിട്ടില്ല. ജയിലിൽ നിന്നും പുറത്തു വരുന്നവരുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് കാണുമ്പോഴാണ് അവർ അനുഭവിച്ച പീഡനങ്ങൾ എത്രത്തോളം വലുതായിരുന്നുവെന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. സത്നയ ജയിലിൽ തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും നിരന്തരം ബലാത്സംഗത്തിന് ഇരയാക്കുകയും ക്രൂരമായി ഷോക്കടിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു. സത്നയ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ പലർക്കും എന്തെങ്കിലും ഓർത്തെടുക്കാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. തങ്ങളുടെ ബന്ധുക്കളെ പോലും തിരിച്ചറിയാനാകുന്നില്ല എന്നതാണ് സത്യം. അസദിന്റെ ഭരണകാലത്ത് സത്നയ ജയിലിൽ കഴിഞ്ഞവർക്ക് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനങ്ങളുടെ തീവ്രത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നവയാണ് പുറത്തു വന്ന പലരുടെയും ഇപ്പോഴത്തെ അവസ്ഥ.